കട അത് വിട്ടേക്ക്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിക്കും. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട? അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? എന്താ അമ്മായി പറയുന്നത്? ചേട്ടനിപ്പം എന്താ വേണ്ടേ? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. എന്താ എന്റെ ഉദ്ദേശം? ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മദ്യപിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യനെ വണ്ടി ഇടിച്ച് റോട്ടിലിടുന്നാണോ പ്രബുദ്ധമായ കേരളത്തിലെ ആളുകൾ ചെയ്യേണ്ടത്? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നുമില്ല ഇപ്പൊ ആർക്കും. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുന്ന തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവികമായിരിക്കും. അതെന്താ ഇവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ? എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. നിങ്ങളോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ട്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? நம்ம வேலை நம்ம கடமையை செம்மையா செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கணும். ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നും അല്ല ഈ സിദ്ധാർത്ഥ്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നടു റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. എന്റെ മോനെ, ആ പാവപ്പെട്ട ലോട്ടറിക്കാരനെ കുറിച്ച് താനെന്താണ് പറയാത്തത്? ഓ, അത് കൂടെ ഉള്ള ആരും അല്ലല്ലോ അല്ലേ? പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ? എടോ, തന്റെ വീട്ടിലെ ആരെങ്കിലും ഒരാളെ ആയിരുന്നു ഇങ്ങനെ വണ്ടി തട്ടിയിരുന്നതെങ്കിൽ തന്റെ പ്രതികരണം എങ്ങനെയാവും? അപ്പോഴും തന്റെ സഹപ്രവർത്തകനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിനൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. എന്തുവാടേ, ആർട്ടിസ്റ്റിന് എന്താ കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒരു ആർട്ടിസ്റ്റ് ആയി പോയത് എന്റെ തെറ്റാണോ? നാണമാണ്, നാണം. ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. കേരളത്തിന്റെ അഭിമാനം കാത്ത സുഹൃത്തിനു വേണ്ടി ചങ്ക് പൊട്ടിക്കരയുന്ന ജിഷിൻ. ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ.